ഒരാളും കുറ്റവാളിയായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് ഒരാളെ കുറ്റവാളിയോ മോഷ്ടാവോ കൊലപാതകയോ ആരെങ്കിലും ആക്കി തീർക്കുന്നത്. കാലം ഒരുപാട് മാറിയതനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളും മാറിയിരിക്കുകയാണ്. കുറേ നാളുകളായി ശരിക്കും മനസ്സിന് വളരെയധികം സങ്കടം തോന്നിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ പത്രത്തിൽ എനിക്ക് 2 സുഹൃത്തുക്കളുടെ ഏറ്റുപറച്ചിലുകൾ. ഞാൻ ശരിക്കും പത്രം വായിക്കാറില്ല. അപ്പോൾ എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വാർത്തയുണ്ട്, അവർ പറഞ്ഞിരിക്കണമെന്ന് വായിക്കണം. ഞാനതെടുത്ത് വായിച്ചു നോക്കി. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അത് വായിച്ചപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ എല്ലാവരും ഒരു സാഹസമാണ് അവർക്ക്. സിനിമ കണ്ടാലും സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് അവർ റോൾ മോഡലാക്കുകയാണ്. പക്ഷെ അത് വെറുതെ ഒരു സ്റ്റോറിയാണെന്നോ അത് വെറുതെ കഥയായിട്ട് കാണിക്കുന്നു എന്നോ അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ ജീവിതത്തിലേക്ക് അത് അവർ പകർത്തുകയാണ്. പക്ഷേ അവരെ നഷ്ടപ്പെടുന്നത് ആർക്കാണെന്ന് അറിയാമോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കുമാണ്. അച്ഛനമ്മമാരനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇപ്പം കുട്ടികൾക്ക് അവരുടെ പ്രായം അതാണ്. അവരുടെ പ്രായത്തിൻ്റെ കൊണ്ടാണ് അവരധികം ഈ മയക്കുമരുന്നും മദ്യവുമാണ് ഈ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്നാണ് ഇന്നിപ്പോൾ ആ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ 50 കേസിൽ പ്രതി, ഒരാൾ 30 കേസിൽ പ്രതിയായിട്ടുള്ള ആ 2 സുഹൃത്തുക്കളുടെ തുറന്നു പറച്ചിൽ. അവർ തുറന്നു പറയുന്നു, ഇനി ഒരിക്കലും ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കരുത്. കാരണം നമ്മുടെ നല്ല ജീവിതം മുഴുവൻ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവനും പേടിച്ച്, ഒരു ഗുണ്ടയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പേടിച്ച് എപ്പോഴും ഭീഷണിയാണ്. ഒരു സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബത്തോടുകൂടി എന്തെങ്കിലും കാര്യങ്ങളിൽ പങ്കെടുക്കാനോ ഒന്നിനും അവർക്ക് സാഹചര്യം കിട്ടുന്നില്ല. അവർ വേണമെന്ന് വെച്ച് അതിൽ ചെന്ന് പെട്ടല്ല. അദ്ദേഹം തുറന്നു പറയുന്നു, 16 വയസ്സിലാണ് അദ്ദേഹം ഇതുപോലൊരു അതായത് ആ പ്രായം അതാണ്. ഈ 16 തൊട്ട് ഒരു 15 വയസ്സ് മുതൽ ഒരു 10-20 വയസ്സ് വരെയാണ് കുട്ടികൾ വഴി തെറ്റാനുള്ള ഏറ്റവും നല്ല ചാൻസ്. പക്ഷെ ആ സമയത്ത് അച്ഛനമ്മമാരോ സഹോദരന്മാരോ നമ്മൾ ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ പ്രായം. പക്ഷേ ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷേ കുട്ടികൾ പേപ്പർ വായിക്കുമോ ഇത് വായിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സുഹൃത്തുക്കളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെയുള്ളൊരു സംഭവം ആരും തുറന്ന് പറയാറില്ല. ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്നത്, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ആ ഒരു വലയത്തിൽപ്പെട്ട് കുട്ടികൾ പോകുന്നു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇത് തടയാൻ വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. കാരണം അവരുടെ ജീവിതം അവരെ പഠിപ്പിച്ചു എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ തുറന്നു പറഞ്ഞതിനോട് അവരോട് എനിക്ക് നന്ദി ഉണ്ടെന്ന് പറയാൻ കാരണം ഇതുപോലെ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാറില്ല. എൻകറേജ് ചെയ്യാറാണ് പതിവ് സാധാരണ. പക്ഷെ ഇത് ഇവരുടെ ഈ അനുഭവം വായിച്ചു നോക്കുന്ന ആരെങ്കിലുമൊക്കെ തീർച്ചയായും അവരുടെ മനസ്സ് മാറ്റും എന്നെനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഇത് കിട്ടാനുള്ള സാഹചര്യം കാലം മാറിയത് കൊണ്ടാണ്. എവിടെ നോക്കിയാലും മദ്യം, മയക്കുമരുന്നിന് പെൺകുട്ടികളെ വരെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രത്യേകിച്ച് കൊച്ചിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി. അപ്പോൾ ഇപ്പം അച്ഛനെ കൊന്നു, അല്ലെങ്കിൽ അമ്മയെ കൊന്നു, അല്ലെങ്കിൽ സഹോദരനെ കൊന്നു, സഹോദരിയെ കൊന്നു എന്ന് ഉള്ള വാർത്ത കാണുമ്പോൾ ഞാൻ ഇവിടെ ഇന്ന് കമൻറ്റ് പോലെ ഞാൻ പറയും, ഒരിക്കലും സ്വബുദ്ധിയുള്ള ഒരു ആള് അത് ചെയ്യില്ല. മദ്യമോ മയക്കുമരുന്നോ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും സ്വബുദ്ധിയുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ കോളേജുകളിലാണെങ്കിലും ഒന്ന് പറഞ്ഞ് 2ാം വാക്കിന് അവർ ദേഷ്യപ്പെട്ട് ആരെങ്കിലും ഇങ്ങനെ വരാനിരിക്കുകയാണ് അടിപിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം എന്നുള്ളതിനൊരു വിലയില്ലാതാവുകയാണ്. ഈ വക സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് ചൂട് പിടിക്കുക ചെയ്യുന്നത്, തണുക്കല്ല ചെയ്യുക. ചൂട് പിടിക്കുമ്പോൾ അവർക്ക് ദേഷ്യം കൂടും, ഒരിക്കലും ശാന്തത ഉണ്ടാവില്ല. അപ്പോൾ ദേഷ്യത്തിൽ ആരെന്ത് പറയുന്നു അപ്പോൾ പ്രകോപിപ്പിക്കുകയാണ് ഇവർ. അവർക്ക് റിയാക്ട് ചെയ്യണം. അവർക്ക് ആ ഉള്ളിൽ കിടക്കുന്ന ആ സാധനത്തിൻ്റെ ലഹരി കൊണ്ട് അത് റിയാക്ട് ചെയ്ത് ആരുടെയെങ്കിലും നേരെ കാണിക്കണം. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇത് കഴിയുമ്പോൾ അവർക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടാവും. അവരുടെ ശരിക്കുള്ളൊരു സ്വഭാവം ശരിക്കും അവർ സാധുക്കളായിരിക്കും. അവരുടെ ഉള്ളിലുള്ള ഈ വൃത്തികെട്ട സാധനങ്ങളാണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എത്രയോ മാതാപിതാക്കൾ
മക്കളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും എന്നറിയാമോ? പക്ഷേ ഇതൊന്നും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നിസ്സഹായരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ട് സഹതപിക്കാനല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ ശക്തമായിട്ട് ഇതുപോലെ പറയുകയും അതിനുവേണ്ടി അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഈ വക സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതെയാക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളുടെ അടുത്ത തലമുറ നല്ലൊരു തലമുറയായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇത് പറയും, എനിക്കിത് പറയാതിരിക്കാൻ പറ്റും. ഞാൻ കുറേ നാളായി എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഈ രണ്ട് സുഹൃത്തുക്കൾ, എനിക്ക് അവരോട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം അവരുടെ ഈ തുറന്നു പറച്ചിൽ വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു ഇത്, അവരെ മോഡലാക്കാൻ വേണ്ടി അവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്ന കുട്ടികൾ. പക്ഷെ അത് അവരുടെ പ്രായത്തിൻ്റെ ഒരു ത്രില്ലാണ്. അവരെ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കില്ല ആരും. വരുന്നവരാ വന്നോളൂ വന്നോളൂ എന്ന് പറയാൻ ആ ഒരു ഇതിലേക്ക് ചേർക്കുക സാധാരണ ചെയ്യാം. പക്ഷെ മനസ്സിലാക്കി, മോനെ ഇത് നല്ലതല്ല, ഇത് നിന്റെ ജീവിതം തകർക്കും എന്ന് അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ളവർ പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാവും. നമ്മൾ കുട്ടികൾ നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്തവരില്ലേ, കൊച്ചു കുട്ടികളാണെങ്കിലും ടീച്ചർ പറഞ്ഞാൽ അവന് വേദവാക്യം, അവനത് അനുസരിക്കും. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ളവർ പറയുമ്പോൾ ആ കുട്ടികൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവരത് ശരിക്കും അവരുടെ മനസ്സിലേക്ക് എടുക്കും. വീട്ടുകാരോ മറ്റുള്ളവരോ ആര് പറഞ്ഞാലും അത് അവർക്ക് തലയിൽ കയറില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആ ഒരു സീനിയർമാരായിട്ടുള്ള ചേട്ടന്മാരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഡ്വൈസ്, ഉപദേശം തീർച്ചയായും ആ കുട്ടികൾക്ക് ഒരുപാട് ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇനിയും ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ആ നല്ല പ്രായത്തിൽ അബദ്ധം സംഭവിച്ചു പോയി അതിൻ്റെ തെറ്റു മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്രതികരിക്കണം. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ തലമുറകളെ രക്ഷിക്കണ്ടേ? എത്രയോ അച്ഛനമ്മമാരാണ് ഓരോ ദിവസവും സങ്കടപ്പെട്ട് ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്.